ലൈവില് ഈ അലവലാതെയും കയറുന്നു. സത്യം പറഞ്ഞ ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുന്നത്. അതെ, ഓക്കെ ശരി, എന്നാ മുമ്പോട്ട് പോവാന്ന്. യെസ്, കയ്യിലടിച്ച് ലേലം. എന്റെ ദൈവമേ. ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മുടെ കണ്ടന്റ് എന്താന്ന് വെച്ചാല്, ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അതെ, ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ്. അപ്പൊ ലവ് സ്റ്റോറി എന്നൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി കണ്ടോ, കേട്ട് കഴിഞ്ഞാൽ അത്രക്കില്ലേ, അത്രക്കില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ലവ് സ്റ്റോറി. വർഷങ്ങളായിട്ട് 10-15 കൊല്ലം 20 കൊല്ലത്തെ ലവ് സ്റ്റോറി ഒന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. അപ്പൊ അതാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ ലവ് സ്റ്റോറി എന്ന് കേൾക്കാം. സോണി, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടാണ് നമ്മുടെ ഈ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു പോക്ക് അങ്ങനെ ആയിരിക്കും. എന്താവുമോ എന്തോ ഒന്നും അറിയില്ല. ലവ് സ്റ്റോറി പോയിട്ട് ലാസ്റ്റ് ഡിവോഴ്സിന്റെ വക്കിൽ എത്തുമെന്ന് പോലും നമുക്ക് ഒരു പിടുത്തമില്ല. പക്ഷെ എന്തായാലും ഞങ്ങളെ പഴയ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലും കൂടിയാണ് കേട്ടോ ഈ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിൽ പല പല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ ഓക്കെ, എന്നാ വൈകാതെ നമുക്ക് എന്നാ വീഡിയോക്ക് പോവാല്ലേ. വെൽക്കം ടു അവർ ലവ് സ്റ്റോറി. ഓക്കെ, അപ്പോ സോണി, അതായത് നമ്മള് എന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു കാണലെന്ന് നീ ഉദ്ദേശിക്കുന്നത്? നേരിട്ട് കണ്ടതല്ല. ആദ്യമായിട്ട് ഞങ്ങള് പരസ്പരം ഒന്ന് ഇതാവുന്ന ഒരു ലൈവിലാണ്, ഒരു ഇൻസ്റ്റാഗ്രാം ലൈവിലാണ് ഞങ്ങള് ആദ്യമായിട്ട് കാണുന്നത്. ഏത് വർഷം? ഞാൻ കാണുന്നത് ഈ മനുഷ്യ മുമ്പ് എന്നെ കണ്ടെന്ന് തോന്നുന്നു. ഞാന് 2021 നമ്മൾ ആ ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് സെക്കൻഡ് ലോക്ക്ഡൌൺ, ഫസ്റ്റ് ലോക്ക്ഡൌൺ അല്ല, സെക്കൻഡ് ലോക്ക്ഡൌൺ ആയിരുന്നു. സെക്കൻഡ് ലോക്ക്ഡൌണില് ഞാൻ അങ്ങനെ ലൈവ് വരുന്ന ഒരാളല്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ലൈവില് ധൈര്യം ഉണ്ടെങ്കിൽ ലൈവില് കയറി വാന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ലൈവിൽ കയറിയിരുന്നു. ആ ലൈവില് ഈ അലവലാതെയും കയറുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ ലൈവില് കുറെ നേരം, എത്ര നേരം ഇരുന്നു, ഒരു 3 മണിയൊക്കെ, രാവിലെ 3 മണി സമയം വരെയൊക്കെ ഞങ്ങൾ ലൈവിലിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി കാണുന്നത്. പിന്നെ ആ ലൈവ് ഇങ്ങനെ തുടർന്ന്. സത്യം പറഞ്ഞാൽ നമ്മള് ഈ ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു, ഞങ്ങൾ ക്രിയേറ്റേഴ്സിനുള്ള ഒരു പരിപാടിയായിരുന്നു. രാത്രി ഒരു 11-11:30 ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ലൈവ് വരും. അതിലിപ്പോ ലൈവ് വരുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ അനസ്, പിന്നെ ഒരു വിച്ചു, താടിക്കാരൻ, അതുപോലെ നമ്മുടെ മനു, അങ്ങനെ പിന്നെ നമ്മുടെ വിഷ്വൽ മച്ചാനായിട്ട് യൂട്യൂബിൽ നിറഞ്ഞേക്കണ നമ്മുടെ ഞങ്ങൾ തൊരപ്പെന്ന വിളിക്കുക, അദ്വൈത്, തൊരപ്പൻ, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ പെൺകുട്ടികൾ കുറച്ച് പേരുണ്ട്, അവരൊക്കെ വരും, രാത്രി വരും, പാട്ട് പാടും, നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യും. ആരുമില്ല സത്യം പറഞ്ഞ. അങ്ങനെ ലൈവിലേക്ക് ഞങ്ങള് എപ്പോഴും ഇതായിട്ട് വരും. ഞങ്ങൾ 4 പേരും എന്തായാലും ഉണ്ടാവും. ഈ വിച്ചു, അദ്വൈത്, ഞാൻ, ഇവരെല്ലാം 4 പേരും, അനസ്, എല്ലാവരും ലൈവിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അതിലിങ്ങനെ കുറെ പേര് ആനന്ദ്, ഉണ്ണി, അങ്ങനെ ഉണ്ണിയുണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. നമ്മുടെ തിക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആയി കുറച്ച് പേര് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ എപ്പോഴും ലൈവിൽ കയറിയിരിക്കുന്ന ടൈമില് പെട്ടെന്ന് നമ്മുടെ രാഹുൽ നമ്പ്യാരല്ലേ മനു പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന്റെ ഒരു ലൈവിലാണ് സത്യം പറഞ്ഞ ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുന്നത്. അതെ സത്യം, ഇവളെ ഞാൻ ആദ്യമായിട്ട് ലൈവില് കാണുന്നത് ഇവിടെ അപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അപ്പൊ ആ ടൈമില് ഇവളുണ്ട്, പിന്നെ മനു ഉണ്ട്, പിന്നെ വേറെ 2-3 പെൺകുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ സംസാരിക്കാനിടയിൽ പെട്ടെന്ന് നമ്മൾ യാദൃശ്ചികമായിട്ട് നമ്മൾ കാണുകയാണല്ലോ. അപ്പൊ അങ്ങനെ കാണുമ്പോ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നി. ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ തോന്നുന്ന സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ നമ്മൾ കാണും, ലൈവിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാണും. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, നല്ലൊരു കൊച്ച്, കാണാനും ഒരു കുഴപ്പമില്ലാത്ത കൊച്ച്. പക്ഷെ പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് ഫിൽട്ടർ ആയിരുന്നു ഉള്ളത്, അത് വേറെ കാര്യം.
അപ്പോൾ അങ്ങനെ ആ ലൈവ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ലൈവിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ലൈവിൽ വന്നപ്പോഴാണ് ഇവള് പെട്ടെന്ന് ലൈവിൽ ജോയിൻ ചെയ്യാൻ. അപ്പം ഞാൻ ഈ കുട്ടിയല്ല ആ കുട്ടി എന്ന രീതിയിൽ ഞാൻ നിന്നു. അപ്പൊ അങ്ങനെ ലൈവില് റീൽസ് ഒക്കെ ഈ മഹത്വത്തി നിതിൻ ബിജിയുടെ കൂടെ അല്ലേ? അതെ അതെ അതെ. വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു നിതിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന്റെ റീൽസിൽ ഞാൻ ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ മറ്റേ ഈ ഇതുണ്ടല്ലോ സീരീസ് ഉണ്ടല്ലോ, ഈ ഇൻസ്റ്റാഗ്രാമിലെ സീരീസ് ഇല്ലേ, അതിലൂടെ ഞാൻ ഇവളെ നല്ല പരിചയം അങ്ങനെ കണ്ട ഒരു പരിചയം അങ്ങനെ പെട്ടു. അപ്പൊ പിന്നെ പെട്ടെന്ന് ലൈവിൽ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയാ ഒരു ഫ്രണ്ട്സ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട്സ് ആയി എന്ന് പറയാം. പിന്നെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പൊ ഒരു അല്ല വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് രാത്രി വരും. പിന്നെ ഞങ്ങൾക്ക് പിന്നെ മെയിൻ പരിപാടി എന്താണ്, ലൂഡോ കളിക്കലായിരുന്നു ഞങ്ങളെ മെയിൻ പരിപാടി ഉള്ളത്. അതെ ലുഡോ കിങ്. അപ്പൊ ലൂഡോ കളിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഞങ്ങൾക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നു. ലുഡോ കിങ്ങിനകത്തോട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായി, ലുഡോ കിങ് ഓൺ ആക്കി ഇട്ടിട്ട് ഞങ്ങൾ വാട്സപ്പ് കോൺഫറൻസ് ഇട്ടിട്ട് എല്ലാരും കൂടി ഇരുന്ന് ലൂഡോ കിങ് കളിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഒരു മീറ്റപ്പും അതിനുള്ള ടച്ച് ഒരു എന്താ പറയാ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന ഒരു റിലേഷൻഷിപ്പിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. അതിന്റെ ശേഷം പിന്നെ ഒരു ചോദിക്കണത് എന്താ വെച്ചാല്, അടുത്ത ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ആരായിരുന്നു ഇഷ്ടം തുറന്നു പറഞ്ഞതെന്ന്. അത് ഇഷ്ടം തുറന്നു പറഞ്ഞത് ഞാൻ തന്നെയാണ്. എനിക്ക് ഇവളെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ നമുക്ക് കുഴപ്പമില്ല, കാണാൻ നല്ലൊരു ഭംഗിയുള്ള കുട്ടി, ഒരു കുഴപ്പമില്ല, സ്വഭാവം കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ആ ഓക്കെ വിചാരം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പിന്നെ രാത്രി ഞങ്ങൾ സെപ്പറേറ്റ് കോള്, ഇവരൊക്കെ ലൂഡോ കളി കഴിഞ്ഞ് ഇവര് പോയി. അപ്പൊ ഞങ്ങൾ സെപ്പറേറ്റ് കോൾ ചെയ്യും, രാത്രി സംസാരിക്കും. പിന്നെ ലോക്ക്ഡൗൺ അല്ലേ, രാത്രി ഏതാ പകലേതാന്ന് പോലും നമുക്ക് ആർക്കും പിടുത്തുണ്ടാവില്ല. ഇരുന്ന് സംസാരിക്കൽ തന്നെ. അങ്ങനെ പുലർച്ചെ വരെ സംസാരിച്ചു അങ്ങനെയൊക്കെ ആയി. പിന്നെ ആദ്യം പറഞ്ഞപ്പോ പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഇവൾക്ക് അല്ലെ അംഗീകരിക്കാൻ പറ്റായ അങ്ങനല്ല എന്തായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനാണ് കോൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ നിന്നോട് ചോദിച്ചു തനിക്ക് എന്തെങ്കിലും അട്രാക്ഷൻ എന്നോടുണ്ടോന്ന്. അപ്പൊ താൻ പറഞ്ഞേ എനിക്ക് താങ്കൾ ഒരു പെങ്ങളെ പോലെ ഉള്ളൂന്ന്. അതങ്ങനെ പറഞ്ഞിണ്ടാവും, സ്വാഭാവികം. ഒരു പെട്ടെന്ന് കാണുമ്പോ ഒരു പെങ്ങളെ പോലൊക്കെ അങ്ങനെ പെങ്ങളെ പോലെ എന്ന് പറഞ്ഞ കാരണം ഞാൻ എന്താ ശരി ഓക്കെ എനിക്ക് താങ്കളെ പോലെ. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ കുറച്ച് ഒന്നത് അകലം പാലിച്ചു നിന്നു. ആ അകലം പാലിക്കലാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ പെങ്ങള ആ രീതിയിൽ പറഞ്ഞത് ഭയങ്കര മോശമായി പോയോ എന്നുള്ളൊരു പിന്നീട് ഒരു ഇതുണ്ടായിരുന്നു, ഒരു കുറ്റബോധം എന്താ പറയാ, ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ശേഷം പിന്നെ ഞാൻ കുറച്ചും കൂടെ അടുക്കാൻ നോക്കി, കൊറേ സംസാരിക്കാൻ നോക്കി. പിന്നെ ഒരുത്തിന്റെ ബ്ലോക്കാക്കി, വാട്സപ്പിൽ ബ്ലോക്കാക്കി, സംസാരം ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്കാക്കി. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഭയങ്കര ഇതായി, സെൻഡിയായി, എമോഷണലായി. അങ്ങനെ ഫ്രണ്ട്സിനോട് പറയാൻ തുടങ്ങി, കുറെ പേരോട് പറഞ്ഞില്ല. പിന്നെ വീഡിയോസൊക്കെ ചെയ്യൽ ഒഴിവാക്കി, കുറേ അങ്ങനെ സെൻഡ് അടിച്ച് കുറേ വിഷമം പിടിച്ച വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസൊക്കെ കുറേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേയൊക്കെ ഉണ്ടായി തുടങ്ങി. അപ്പം എൻ്റെ ഒരു വിഷമം മനസ്സിലാക്കി ഞങ്ങളുടെ ഒരു അടുത്ത ചങ്ങാതി അനസ് പിന്നെ ഷഹാന, ഇവർ രണ്ടുപേരാണ് ഞങ്ങളെ ഒരുമിപ്പിക്കാൻ അവരാണ് മുൻകൈ എടുത്തത്. വലിയ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇവനോട് മിണ്ടത്തില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുങ്ങൾ പറഞ്ഞ് ഞാൻ നേരെ എറണാകുളത്ത് എൻ്റെ അങ്കിളിൻ്റെ ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എറണാകുളത്താണല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ എറണാകുളത്ത് വരുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം, എന്തായാലും ഇത്ര നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അല്ലേ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ മീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നിട്ട് എനിക്കൊരു ഡൗട്ട്, ഇനി എങ്ങാണ് ഈ സാധനത്തിനെ വിളിച്ചുകൊണ്ട് വന്നാലോ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു
നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ കൂടെ എന്ന് ഞാൻ ചോദിച്ചു. അവര് വിറ്റുണ്ട് കേട്ടോ. ഇവള് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടു. ഞാൻ കടയിൽ ഇരിക്കണ ഒരു ഫോട്ടോ എൻ്റെ മുന്നേ ഉണ്ടായിരുന്നു, ഒരു സെൽഫി ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഞാൻ എടുത്തിട്ട് ഓൺ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടു. അപ്പൊ ഇവള് കാണും, എന്നെ കാണും. വാട്സപ്പിലും ഇതൊക്കെ മാത്രമേ ബ്ലോക്ക് ചെയ്യുന്നു, ഇൻസ്റ്റയിൽ ചെയ്യാന്ന് ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ഇൻസ്റ്റയിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ല, മിണ്ടത്തില്ല. ഞങ്ങൾ ഒരു ഡിസ്റ്റൻസ് വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഇതൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഇവളിന്റെ സ്റ്റോറി കണ്ട്, അപ്പൊ ഇങ്ങനെ ഉണ്ട് ഇല്ലേ, അപ്പോൾ മനസ്സിലായി ഇവള് അവിടെ ഇല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് എറണാകുളത്തേക്ക് ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ പോയിട്ട് അനസിനും ഷാഹിനൊക്കെ അവർ ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അല്ല, ഞങ്ങള് അവിടുന്ന് അങ്ങനെ ബസ്, ഞാൻ അവിടെ ഇവിടെ ഇരിക്കുന്ന സ്റ്റോപ്പിന്റെ അവിടെ ഞാൻ ബസ് ഇറങ്ങി. അപ്പം അവരും അവിടുന്ന് ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു, അവര് ഞങ്ങള് കണ്ടു. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുത്തിണ്ട് മെല്ലെ ഇങ്ങനെ വരുന്നതായിട്ട് സൈഡിൽ കൂടെ. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഇപ്പൊ ആരാന്നുള്ളത്, ഇതല്ല അവള് സോണി, ആ രീതിയിലേക്ക് തോന്നി. പിന്നെ ഞാൻ എന്നിട്ട് പോയിട്ട് സംസാരിച്ചു. അപ്പൊ അപ്പൊ എന്തായിരുന്നു എന്റെ മനസ്സിലായത് ഞാൻ ആദ്യം കണ്ടപ്പോ, ഈ തെണ്ടി എന്തിനാ അവിടെ കേറി ഇരിക്കുന്നു എന്നുള്ള ചോദ്യം പോലെ ഞാൻ സത്യം ദൈവമേ ഇവര് കാണാന്ന് പറഞ്ഞിട്ട് ഇത് എന്തിനാ ഈ സാധനത്തിന് എടുത്തിട്ട് വന്നേന്ന് വിചാരിച്ചിട്ട്. അല്ല, അത് പെട്ടെന്ന് കാണുമ്പോ പെട്ടെന്ന് എന്തപ്പ ഇത് എന്നുള്ള രീതിയിൽ ആലോചിക്കും. ഞാൻ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി. കാരണം ഇവിടെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ നമ്മളിപ്പോ വീഡിയോസിൽ കാണുന്ന ഒരു നേരിട്ടൊരാളല്ല അത്. ഇതെന്തപ്പോ ഒരു ചെറിയൊരു കൊച്ചു കുഞ്ഞു പൂച്ച പോലെ സൈഡിൽ കൂടെ നടന്നു പോണ പോലെ തോന്നി. എന്തപ്പോ കൊള്ളാലോ, ഇത് കൊള്ളാലോ പരിപാടി. എന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഞങ്ങള് ഒരു കോഫി ഷോപ്പിൽ പോയി. അവിടെ നിന്നിട്ട് എങ്ങനെയാണെന്നറിയാവോ, കോഫി ഷോപ്പിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും. നല്ല ഡിസ്റ്റൻസ് ഗ്യാപ്പിലൊക്കെ വിട്ടിട്ടായിരുന്നു ഇരുന്നു. അത് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ എടുക്കത്തുള്ളൂ. ആ ഫോട്ടോസ് ഞങ്ങള് ഇതില് ചെയ്യാട്ടോ, മെൻഷൻ ചെയ്യാട്ടോ. ഇതിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരം ഞാൻ മാറി ഇങ്ങനെയൊക്കെ. ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് ആണോ ഉണ്ടായിരുന്നു? അല്ല, അടുത്തടുത്തായിരുന്നു അല്ലേ? കുറച്ച് പുറത്തൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ സംസാരിച്ചു. പിന്നെ അവര് ഞങ്ങളുടെ കൂടെ ഉള്ളവര് ഞങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്, നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമുണ്ടേ പരസ്പരം ഒന്നിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ മനസ്സിലൊരു ഇഷ്ടം ഉണ്ട് എന്നുള്ളത് അവര് മനസ്സിലാക്കി. ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ മനസ്സിൽ ഇപ്പോഴാണ് ഇതാണ് എനിക്ക് അറിയേണ്ടത്, എനിക്കിതാണ് അറിയേണ്ടത്, നിന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയണം. ഇഷ്ടമല്ലായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഞാനങ്ങനെ താന്നു കൊടുക്കാന് അല്ലെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഡ്രീമാണ്, എനിക്ക് കുറെ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അതിലേക്ക് എത്തണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു റിലേഷനിൽ പോയി കഴിഞ്ഞാൽ നടക്കില്ല. സത്യമായിട്ട് അതുപോലെ തന്നെ നടന്നില്ല. കാരണം ഇവനെന്താ വെച്ചാൽ കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരാളാണ്. കുറച്ച് എത്ര ഒരു 5-6 ഷോർട്ട് ഫിലിം ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെന്നുവെച്ചാൽ സിനിമയിൽ ഞാനൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ സിനിമയിലൊക്കെ ഈ അഭിനയിക്കാൻ വേണ്ടി ഡബ് സ്മാഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരു ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു, സിനിമ എന്നുള്ളത്. ആ ലക്ഷ്യമായിരുന്നു നമ്മുടെ ഒരു മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ഇത്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരേണ്ട ഒരു പടിയായിട്ട് ഞങ്ങൾ രണ്ടുപേർക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഓക്കെ എന്ന് വിചാരിക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പതേ ഒരു കൊച്ചായി, എല്ലാം ആയി, ഇതേ ഇങ്ങനെ പോണു. ഇനി സിനിമ എന്നുള്ള സ്വപ്നത്തിലേക്ക് എന്നെത്തുന്നു ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ എത്തിയിരിക്കും. യെസ്, എത്തിയിരിക്കും. അപ്പൊ ലവ് സ്റ്റോറി. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ലുലു മാളൊക്കെ പോയി. ലുലു മാള് പോയി, മെട്രോയില് കയറി. അതെ, മെട്രോയില് കയറി ലുലു മാള് പോയി. അവിടുന്ന് കുറെ നേരം സംസാരിച്ച് പിന്നെ പോകാൻ നേരത്താണ് ഇവര് പറഞ്ഞത്, നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞ് തീർത്തോ, ഞങ്ങൾ അപ്പുറത്തുണ്ടാവും, എന്താണെങ്കിലും നല്ലൊരു മറുപടി ആയിട്ട് വന്നാൽ ചേർന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് പരസ്പരം ഞങ്ങള് ഫാമിലി തമ്മിൽ ചിലപ്പോ ഒത്തുപോകില്ലായിരിക്കും, നമുക്ക് വേണോ വേണ്ട. അതെ, കാരണം എന്താ വെച്ചാൽ ഇവള് അതർ കാസ്റ്റ് ആണ്, ഞാനും അതർ കാസ്റ്റ് ആണ്, രണ്ട് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ഞങ്ങള് പരസ്പരം അങ്ങോട്ടും കുറെ സംസാരിച്ചു. ഞങ്ങള്
എങ്ങനെയാ വെച്ചാൽ വരും ഭാവിനെ പറ്റി ചിന്തിച്ചു. അപ്പത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇനി കല്യാണം കഴിഞ്ഞാലും ഞങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ മാറും, ഏതൊക്കെ രീതിയിലൊക്കെ പോകും എന്നുള്ളത് അപ്പം തന്നെ ഞങ്ങൾ ഒരു മുൻകൂട്ടി എടുത്തു. ഒരു പ്രവചനം വെച്ച പോലെ എങ്ങനെയൊക്കെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യെസ് കയ്യിലടിച്ച് ലേലം ഉറപ്പിച്ച് ഇങ്ങനെയൊക്കെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എടുത്തു. പിന്നെ നമ്മള് എന്താണ് ഞങ്ങൾ സെറ്റായി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പ്രേമിച്ചു, പ്രണയത്തിലായി അല്ലേ?